ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം നൽകി സർക്കാർ. കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണത്തിനാണ് ഈ സമയം. അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ADGPയുടെ മൊഴി രേഖപ്പെടുത്തുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തീരുമാനം ഉണ്ടായതായി അറിവില്ല. വിവരങ്ങളുമായി AV ജയശങ്കർ ടെലിഫോണിലുണ്ട്. ജയശങ്കർ, പറയൂ. നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ADGPക്കെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകിയത്. ഈ അനുമതിക്ക് പിന്നാലെയാണ് നിലവിൽ 6 മാസ സമയം കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണത്തിന് കൂടി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ SP ADGPയുടെ മൊഴി ഏത് തരത്തിൽ രേഖപ്പെടുത്തുമെന്ന വിഷയത്തിലും അന്വേഷണ സംഘത്തിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ട്. ഇക്കാര്യം വിജിലൻസ് ഡയറക്ടറുമായി കൂടി ആലോചിച്ച് നടപടിയെടുക്കും. ആവശ്യമെങ്കിൽ വിജിലൻസ് ഡയറക്ടർ തന്നെ ഇത്തരം മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കട്ടെ എന്നൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ഒപ്പം തന്നെ ഈ അന്വേഷണ പരിധിയിൽ വരുന്ന സ്വർണ്ണക്കടത്ത് ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം വേണമെന്ന കാര്യത്തിൽ വിജിലൻസിൽ ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ മുഖ്യമന്ത്രി പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ തള്ളിയൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ വിജിലൻസിന് മുന്നിൽ ചെറിയൊരു പ്രതിസന്ധിയുണ്ട്. എന്തായാലും അന്വേഷണ സംഘം വിശദമായ യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. എന്തായാലും വിജിലൻസ് ഡയറക്ടറുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം നടക്കുക. ഈ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് ചെറിയ ആശയക്കുഴപ്പമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിജിലൻസ് ഡയറക്ടറുമായി കൂടി ആലോചിച്ച് പരിഹരിക്കാമെന്ന തീരുമാനത്തിലാണ്. പക്ഷേ MR കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോഴും അത് പേരിനൊരു നടപടിയാണോ എന്ന തോന്നലാണ് ഇവിടെ നിന്നുണ്ടാവുന്നത്. കാരണം 6 മാസത്തിലധികം സമയം കൊടുക്കുന്നു. ഈ 6 മാസവും കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കേസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു ജയശങ്കർ.